സാർ, അമേരിക്കയിൽ കലാപ കലുഷിതമായ അന്തരീക്ഷമാണ്. ഇപ്പോൾ ന്യൂയോർക്കിൽ ജൂതന്മാരെ കൊല്ലാനായിട്ട് ഒരു പാകിസ്ഥാൻ എത്തി, അയാളെ പിടികൂടി എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? അത് FBI ഡയറക്ടർ കാഷ് പട്ടേൽ അതുപോലെ അറിയിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് അയാളെ കിട്ടി എന്ന് പറഞ്ഞിട്ട്. മുഹമ്മദ് ഷാസബ് ഖാൻ എന്ന് ആണ് പാകിസ്ഥാനിയുടെ പേര്. 20 വയസ്സ്. ഇയാളെ കാനഡയിൽ നിന്നാണ് പിടിച്ചത്. FBI കൊടുത്ത വിവരങ്ങൾ വെച്ചിട്ട് കാനഡയിൽ പിടിക്കുകയായിരുന്നു. കാരണം കാനഡയിൽ താമസിച്ചു വരുന്ന കനേഡിയൻ പൗരനായ പാകിസ്ഥാൻകാരനാണ്. ഇയാൾക്ക് ഈ ഒരുപാട് ജൂതന്മാരെ കൊന്നൊടുക്കാനായിട്ട് ഒപ്പം ആളുകൾ വേണമല്ലോ, ഗൂഢാലോചനയ്ക്കും കാര്യങ്ങൾക്കും ഒക്കെ. അപ്പോൾ ആ ഏജൻറ്റുമാരായിട്ട് ചെന്നത് FBI തന്നെയായിരുന്നു, സഹായിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഇയാളെ പിടിച്ചിരിക്കുന്നത്. മുമ്പും FBI പലപ്പോഴും ആളുകളെ പിടിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. 2000 ഇത് ഇപ്പം ചെയ്യാനല്ല, 2024 ഒക്ടോബർ 7 1-ാം വാർഷികമല്ലോ മറ്റേ ഗാസ ആക്രമണത്തിൻ്റെ. അന്ന് ന്യൂയോർക്കിൽ ബ്രൂക്ലിൻ ജൂയിഷ് സെൻറ്റർ ആക്രമിക്കുക, എന്നിട്ട് ആരെയൊക്കെ കാണുന്നോ അവരെയൊക്കെ വകവരുത്തുക എന്നുള്ളതായിരുന്നു പദ്ധതി. അതായത് മാസ് ഷൂട്ടിംഗ്, കാണുന്നവരെയൊക്കെ വെടിവെച്ച് കൊല്ലുക എന്നുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ISIക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ഇയാൾ മുഹമ്മദ് ഷാസബ് ഖാൻ ചെയ്തിരുന്നതായിട്ട് വിവരമുണ്ട്. അപ്പോൾ ISIയും കൂടി ഉൾപ്പെട്ട ഒരു പദ്ധതിയാണത്. ISIക്ക് മെറ്റീരിയൽ സപ്പോർട്ട് കൊടുത്തിരുന്നതായിട്ട് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഖാൻ ആ സമയത്ത് ഒക്ടോബറൊക്കെ ആകുമ്പോൾ കാനഡയിൽ നിന്ന് ന്യൂയോർക്കിൽ എത്തിയിട്ട് ഇത് ചെയ്യാം എന്നായിരുന്നു പദ്ധതി. സെപ്റ്റംബർ 4 ഇയാളവിടെ അറസ്റ്റ് ചെയ്തിരുന്നു അന്ന്. ഇപ്പോൾ എക്സ്ട്രഡൈറ്റ് ചെയ്തിരിക്കുന്നു അമേരിക്കയ്ക്ക് കൈമാറി ഇന്നലെ ഉച്ചയോടുകൂടി. FBI വിവരം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ കാനഡയിൽ ഓംസ്റ്റൗൺ, അവിടെയാണ് ഇയാൾ താമസിച്ചിരുന്നത്, അവിടെയാണ് പിടിച്ചത്. ഈ ഓംസ്റ്റൗൺ എന്ന് പറയുന്നത് കാനഡ അമേരിക്ക അതിർത്തിയിൽ നിന്ന് 19 കിലോമീറ്റർ മാത്രമുള്ള കാനഡയിലെ സ്ഥലമാണത്. ഓട്ടോമാറ്റിക് വെപ്പൺസ്, തോക്കുകൾ കൊണ്ട് ഇത് ചെയ്യാം എന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അണ്ടർ കവർ ഏജൻസായിട്ട് ഈ ഗൂഢാലോചനയ്ക്ക് ഞങ്ങളുണ്ട്, ഞങ്ങൾക്കും ജൂതന്മാരെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞ് ചെന്നത് FBI ഏജൻറ്റുമാർ തന്നെയായിരുന്നു. അങ്ങനെയാണ് പിടിച്ചത്. അപ്പോൾ ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നൊരു വിവരം ബ്രിഗേഡ് 313 എന്ന് പറഞ്ഞിട്ടൊരു എന്താ പറയുക, ഭീകര സംഘടനയെ പറ്റിയിട്ടുള്ള വിവരങ്ങളും വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം 10 സ്കൈ ന്യൂസിൽ ഒരു അഭിമുഖം ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ വൈസ് പ്രസിഡൻറ്റ് ഷെറി റഹ്മാനുമായിട്ടൊരു അഭിമുഖം. ആ അഭിമുഖം നടക്കുമ്പോൾ അവതാരക ചോദിച്ചു, ഈ ബ്രിഗേഡ് 313 അത് അൽ-ഖ്വയ്ദയുമായി ബന്ധപ്പെട്ടതല്ലേ, കശ്മീരിൽ തീവ്രവാദം നടത്തുന്ന സംഘടനയില്ലേ, അതിനെയൊക്കെ നിങ്ങൾ അവിടെ പാകിസ്ഥാനിൽ പ്രോത്സാഹിപ്പിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ആദ്യമൊക്കെ ഒഴിഞ്ഞു മാറി ഷെറീഫ് റഹ്മാൻ. അപ്പോൾ ഈ ബ്രിഗേഡ് 313 എന്ന് പറയുന്നത് അൽ-ഖ്വയ്ദയുമായി ബന്ധപ്പെട്ടൊരു സംഘടനയാണ്. അപ്പോൾ ബ്രിഗേഡ് 313 കശ്മീരിൽ പ്രവർത്തിച്ചിരുന്നു എന്നുള്ള വിവരമാണ് അതിൽ വരുന്നത്. 2000-ൻ്റെയൊക്കെ തുടക്കത്തിൽ, 2000 ആണ്ടുകളുടെയൊക്കെ തുടക്കത്തിൽ ആണ് ഇത് നിലവിൽ വന്നത്. ഈ ബ്രിഗേഡ് 313, അതിൽ 313 എന്ന് പേരിടാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബദർ യുദ്ധത്തിൽ നബിയുടെ കൂടെ പങ്കെടുത്തത് 313 ശിഷ്യന്മാരാണ്. അതാണ് ഈ ബ്രിഗേഡ് 313 എന്ന് പേരിട്ടത്. ഇലിയാസ് കശ്മീരി എന്ന് പറഞ്ഞിട്ടൊരു പഴയ പട്ടാള കമാൻഡോ, പാകിസ്ഥാൻ്റെ പട്ടാള കമാൻഡോ തുടങ്ങിയതാണിത്, ബ്രിഗേഡ് 313. 2011 ഈ ഡ്രോൺ ആക്രമണത്തിൽ ഇയാൾ കൊല്ലപ്പെട്ടു. ഈ ഇല്യാസ് കശ്മീരി എന്ന് പറയുന്ന ആൾ, ഇല്യാസ് കശ്മീരി കൊല്ലപ്പെട്ടു. ഈ സഖ്യത്തിൻ്റെ അകത്ത് പല സംഘടനകളിൽ നിന്നുള്ള
ഭീകരന്മാരുണ്ടായിരുന്നു. ലഷ്കർ ഇ തൈബ, ലഷ്കർ ഇ ജംഗ്വി, പിന്നെ ഹർക്കത്തുൽ ജിഹാദ് അൽ ഇസ്ലാം, പിന്നെ ജെയ്ഷെ മുഹമ്മദ്, താലിബാൻ്റെ പല വിഭാഗങ്ങളിൽ നിന്നുള്ളവർ, അങ്ങനെ. പിന്നെ ഇവർക്ക് ലഷ്കർ അൽ സിൽ എന്ന് പറഞ്ഞിട്ടൊരു നിഴൽ പട്ടാളം, ഷാഡോ ആർമി ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു സൈന്യം ഇവർക്കുണ്ടായിരുന്നു. ലഷ്കർ അൽ സിൽ എന്നാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ ഇംഗ്ലീഷാണ് ഷാഡോ ആർമി. അപ്പോൾ യൂറോപ്പിലും ഈ ബ്രിഗേഡ് 313 പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അതിൻ്റെ അകത്ത് വിവരമുണ്ട്. അതേസമയം നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ബ്രസൽസിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലല്ല, ഇന്ത്യയും ടെററിസ്ഥാനുമായിട്ടാണ് സംഘർഷം. എന്ന് പറഞ്ഞാൽ നമ്മുടെ സമരം ഭീകര പ്രവർത്തനങ്ങളോടാണ്. അതുകൊണ്ടാണ് മുരിക്കയിലും ബഹവൽപൂരിലുമൊക്കെ നമ്മൾ ആക്രമണം നടത്തിയത്. അത് ഈ ഒരാഴ്ചത്തെ പര്യടനമുണ്ട് ജയശങ്കറിൻ്റെ. യൂറോപ്യൻ യൂണിയൻ, ബെൽജിയം, ഫ്രാൻസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പാകിസ്ഥാൻകാരായ ആളുകൾ ഈ അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പല അജണ്ടകളുമായിട്ടായിരിക്കില്ല വരിക. ഇവിടെ ഇപ്പോൾ ഈ ജൂതന്മാരെ തീർക്കുക, അല്ല ജൂതന്മാരെ ലക്ഷ്യം വെച്ച് വരിക എന്ന് പറയുന്നതിനകത്ത് ഈ അജണ്ടയ്ക്ക് കുറച്ച് കൂടുതൽ കാഠിന്യമില്ലേ? ഹമാസുമായിട്ട് പാകിസ്ഥാന് ഏതൊക്കെയോ തരത്തിൽ ബന്ധമുണ്ട് എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 3 മാസം മുമ്പ് POKയിൽ ഹമാസിൻ്റെ ചില നേതാക്കൾ വന്നിരുന്നതായിട്ട്. അതെ. പിന്നെ വലിയ സ്വീകരണമൊക്കെ കൊടുത്തിരുന്നു. പിന്നെ ആ ആക്രമണം ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ നടത്തുമ്പോഴും ഈ ഹമാസിൻ്റെ ആക്രമണം പോലെയായിരുന്നല്ലോ. അതെ. ഈ ഡ്രോണുകളും മിസൈലുകളും തുടർച്ചയായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ ഹമാസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണെന്ന് അർത്ഥം. പിന്നെ ഇത് ബ്രൂക്കിനിലെ ജൂത കേന്ദ്രം 1-ാം വാർഷികത്തിന് ആക്രമിക്കുക എന്നുള്ളതാണല്ലോ ഉദ്ദേശിച്ചിരുന്നത്. അതെ. ഇപ്പം അവിടെ ഒരു ജൂത കേന്ദ്രത്തിൻ്റെ നേരെ ആക്രമണം നടന്നല്ലോ. ആ ജൂയിഷ് മ്യൂസിയത്തിൻ്റെ പുറത്ത് വെച്ച് 2 മറ്റേ ഇസ്രയേൽ എംബസിയിലെ 2 നയതന്ത്രജ്ഞരെ വെടിവെച്ച് കൊന്നല്ലോ. അതെ. ഒരാൾ. അപ്പോൾ ഈ പറയുന്ന ഇപ്പം ഹമാസ് പോലെയുള്ള ഭീകര സംഘടനകൾക്ക് ഇനി ഗാസയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പലസ്തീൻ മേഖലയിലോ നിലനിൽപ്പില്ലെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും മറ്റ് രാജ്യങ്ങളിലേക്ക് അവർക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന രാജ്യങ്ങളുടെ പിന്തുണയിൽ യൂറോപ്പിലേക്ക് പോയിക്കൂടെ? ഇപ്പോൾ ഹമാസിൻ്റെ നേതാക്കൾ വേരോടെ പിഴുതു മാറ്റുമെന്ന് ഇസ്രയേൽ പറയുന്നു. അപ്പോൾ അവർ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ അതുപോലെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോയി ആധിപത്യം സ്ഥാപിച്ചുകൂടെ? അത് അവിടെ നിന്നുള്ള പലസ്തീനുകൾ പലായനം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ. അപ്പോൾ പല ആളുകളും പലായനം ചെയ്ത് പല സ്ഥലത്തും എത്തിയതായിട്ടൊക്കെ വാർത്തകൾ വന്നിരുന്നു. കുറേ ആളുകൾ തുർക്കിയിൽ പോയി. അപ്പോൾ 15% ആളുകളെ ഞങ്ങൾ എടുത്തോളാം എന്ന് പാകിസ്ഥാൻ പറഞ്ഞിരുന്നു. അതാണ് ആ റിപ്പോർട്ടിൽ വന്നിരുന്ന ഒരു കാര്യം. അപ്പോൾ തന്നെ ഇത് നമ്മളന്ന് ചർച്ച ചെയ്തിരുന്നതാണ്. അപ്പോൾ ഈ പലസ്തീനിൽ നിന്ന് പലായനം ചെയ്യുന്ന ഈ ഹമാസ് ഭീകരരും ഒക്കെ ആദ്യം എവിടെയെങ്കിലും പോവുക, ഈ തുർക്കി പോലെയുള്ള സ്ഥലങ്ങളിലും. അങ്ങനെ പലസ്തീൻകാരെന്നുള്ള വ്യാജനയും പോകാമല്ലോ അല്ലേ ഹമാസുകാർക്ക്? അങ്ങനെയും അതെയല്ലോ, അവർ പലസ്തീനിൽ തന്നെയുള്ള ആളുകളാണല്ലോ. അപ്പോൾ ഹമാസിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തുർക്കിയിൽ നിന്നൊക്കെ ചെന്ന ഒരു 15% ആളുകളെ ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് 150 പേരോ മറ്റോ പാകിസ്ഥാനിൽ ചെന്നിരുന്നു എന്ന് തോന്നുന്നു. ആ ആളുകളുടെ കൂട്ടത്തിൽ നിന്നുള്ളവരായിരിക്കണം ആ POKയിലും ഒക്കെ എത്തി. ആ വാർത്തയുടെ തൊട്ട് പിന്നാലെയാണ് POKയിലെ ഒരു റാലിയിൽ ഹമാസ് നേതാക്കൾ പങ്കെടുത്തു എന്നുള്ള വാർത്തയൊക്കെ വന്നിരുന്നത്. അപ്പോൾ ഈ സിനുജി പറഞ്ഞ പോലെ അവിടെ ഹമാസിൻ്റെ കേന്ദ്രങ്ങളൊക്കെ തരിപ്പണമാക്കുമ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ നേതൃത്വമൊക്കെ ഏതാണ്ട് ഇല്ലാതായിപ്പോയി. അങ്ങനെ അയാളുടെ സഹോദരൻ ഇങ്ങനെയാണല്ലോ, സിൻവറിൻ്റെ സഹോദരൻ ഇങ്ങനെയൊക്കെയാണല്ലോ അതിൻ്റെ സംവിധാനം. അപ്പോൾ നേതൃത്വം ഇല്ലാതെ വരുമ്പോൾ പലായനം ചെയ്യുന്ന ആളുകൾ ആദ്യം തുർക്കിയിലേക്ക് പോകുന്നു, പിന്നെ പാകിസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നു. പിന്നെ ഇതിൽ ഇപ്പോൾ ഇയാൾ കാനഡയിലായിരുന്നല്ലോ. കാനഡയിലും ഇങ്ങനത്തെ കുറേ ആളുകൾ, കാനഡയിൽ നിന്ന് തന്നെ വേറൊരാൾ ഇതുപോലെ പദ്ധതി തയ്യാറാക്കിയിട്ട് കഴിഞ്ഞ കൊല്ലം ഇതുപോലെ തന്നെ FBI അണ്ടർ കവർ ഏജൻസായിട്ട് ഭാവിച്ച് അയാളെ പിടികൂടിയതായിട്ട് വാർത്ത ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ വേറൊരു പാകിസ്ഥാനി. അപ്പോൾ പാകിസ്ഥാനുമായിട്ട് ഹമാസിനോ അല്ലെങ്കിൽ
ഈ ജൂതന്മാരെ ആക്രമിക്കണമെന്ന് താല്പര്യപ്പെടുന്നവർക്കും ഒക്കെ ബന്ധമുണ്ട് എന്നാണ്. ഇതിപ്പോൾ ISIയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ അമേരിക്കയിൽ പോലും ഒരു ശാശ്വതമല്ല സാധാരണ ജനങ്ങളുടെ ജീവിതം, അല്ലെ ഒരു പൊതുജീവിതത്തെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഈ ഹമാസിൻ്റെയൊക്കെ ഒരു സാന്നിധ്യം വരുന്നു. അത് പക്ഷേ ആ ട്വിൻ ടവർ തകർത്തില്ലേ സെപ്റ്റംബർ 11. അതെ അതെ. അതിനുശേഷം ഒരുപാട് കാലത്തേക്ക് ശാന്തത ഉണ്ടായിരുന്നു. എല്ലായിടത്തും റെയ്ഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ കടക്കുന്നവരെയൊക്കെ വിമാനത്താവളങ്ങളും ഒക്കെ പരിശോധിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഈ ബൈഡൻ്റെ കാലത്ത്, കാരണം സോറോസ് ഈ ഇസ്ലാമിസ്റ്റുകളുടെയൊക്കെ കൂട്ടത്തിലാണല്ലോ, കാശ്മീരിലൊക്കെ പൈസ ചെലവാക്കുന്ന ആളാണ്, കുറച്ച് ലൂസായി എന്ന് പറഞ്ഞൊരു ആരോപണം റിപ്പബ്ലിക്കൻസ് ഉയർത്തുന്നുണ്ട് ബൈഡൻ്റെ കാലത്ത്. അപ്പോൾ ഇതൊക്കെ ആ സമയത്താണല്ലോ ഈ ഉദ്ദേശിച്ചിരുന്നത് ഇത് നടപ്പാക്കാമെന്ന്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.